ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഗുരു മലയാളത്തിന്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ്. നിങ്ങൾ എല്ലാവരും ബിസിനസ് എന്നൊരു ടേം ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഈ ബിസിനസ് എന്നുള്ള ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ബിസി എന്ന വേർഡിൽ നിന്നാണ്. ഓക്കെ, അതായത് ബിസിനസ് എന്ന് വെച്ചാൽ ബീയിങ് ബിസി, എപ്പോഴും തിരക്കുള്ളതായിരിക്കുക എന്നതാണ് ബിസിനസ് എന്ന ടേമിന്റെ അർത്ഥം തന്നെ. ഓക്കെ, ബിസിനസ് എന്ന് വെച്ചാൽ ദ എനി ഓക്യുപ്പേഷൻ ഇൻ വിച്ച് പീപ്പിൾ റെഗുലർലി എൻഗേജ് ഇൻ ആൻ ആക്ടിവിറ്റി വിത്ത് എ വ്യൂ ടു ഏർണിംഗ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ ജനങ്ങൾ എൻഗേജ് ചെയ്യുന്ന എല്ലാ ഓക്യുപ്പേഷനെയും ബിസിനസ് എന്ന് നമുക്ക് വിളിക്കാം. ഇത്തരത്തിലുള്ള ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ സെയിൽസ്. അതായത് മറ്റൊരാൾക്ക് വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. അതിനെല്ലാം മെയിൻ ഉദ്ദേശം എന്തായിരിക്കണം? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും. ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ആണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതേസമയം നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ഉദ്ദേശം ഉണ്ടായിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ ഒരു സ്നേഹത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു സിമ്പതിയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു ദേശസ്നേഹത്തിന്റെ പുറത്തോ ചെയ്യുന്ന കാര്യങ്ങളാണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു തൊഴിലാളി അയാളുടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നത്, അദ്ദേഹം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഡോക്ടർ ജോലി ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു മാനേജർ വർക്ക് ചെയ്യുന്നത്, ടീച്ചർ വർക്ക് ചെയ്യുന്നത്, അവരെല്ലാം അവരുടെ ഉപജീവന മാർഗം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതേസമയം നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസിന് ഉദാഹരണമാണ് ഇപ്പോൾ ഒരു ഹൗസ് വൈഫ് വീട്ടിലെ ജോലികൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വഴിയിൽ കാണുന്ന ഒരു പാവപ്പെട്ട ആളെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നത്. ആ ഒരു ആക്ടിവിറ്റീസിന് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നൊരു ഉദ്ദേശമില്ല. സോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ പിന്നെയും മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. സോ ബിസിനസ് എന്ന ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഇക്കണോമിക് ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ കണ്ടതാണ്. മണി ഏൺ ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും ബിസിനസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Before goods are offered to people for consumption, they must be either produced or procured by the business enterprises. അതായത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ആ ഗുഡ്സ് വിൽക്കുന്നതിന് മുമ്പ് ആ ബിസിനസ്സിന് ആ ഗുഡ്സ് ഒന്നില്ലെങ്കിൽ മറ്റ് മാനുഫാക്ചർ ചെയ്യണം അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും പ്രൊക്യൂർ ചെയ്യണം. ഓക്കെ, സോ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് വിൽക്കൽ മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചർ കയ്യിൽ നിന്നും ഹോൾസെയിലേഴ്സ് വാങ്ങിക്കും. ദെൻ ഈ ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ആണ് കസ്റ്റമേഴ്സിന് വിൽക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ഒരുപാട് പേര് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ് ആക്ടിവിറ്റീസിൽ. The next one, sale or exchange of goods and services for the satisfaction of human needs. ഓക്കെ, അതായത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഒരു കസ്റ്റമേഴ്സിന് ആ ബിസിനസ്സിൽ നിന്നും വാങ്ങിക്കുന്ന ഗുഡ്സിൽ ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബിസിനസ്സിലേക്ക് പിന്നെ പോവില്ല സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം കസ്റ്റമേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. The next one, dealing with the goods and services on a regular basis. അതായത് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് അവിടെ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അതായത് ഡെയിലി അവിടെ വിറ്റുവരവ് ഉണ്ടായിരിക്കും. അതായത് ഒരു ദിവസം വിറ്റു പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടല്ല അവിടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, സോ ഒരു ബിസിനസ് ആകുമ്പോൾ അവിടെ റെഗുലർ ആയിട്ട് ട്രാൻസാക്ഷൻസ് നടക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ഒരു ഡൊമസ്റ്റിക് റേഡിയോ അത് പഴയതായതുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു, നമുക്ക് ക്യാഷ് കിട്ടുകയും ചെയ്തു. അത് നമുക്ക് ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. കാരണം അവിടെ ഒരൊറ്റ തവണ മാത്രമാണ് ആ ട്രാൻസാക്ഷൻസ് നടക്കുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ഏർണിംഗ്. നമുക്കറിയാം എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രോഫിറ്റ് ഏൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് നിലനിൽപ്പ് ഉണ്ടായിരിക്കില്ല.
The next one, uncertainty of return. Okay, uncertainty of return refers to lack of knowledge relating to amount of money that the business is going to earn in a given period. അതായത് ഭാവിയിൽ നമുക്ക് ആ ബിസിനസ്സിൽ നിന്നും എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും എന്നത് നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. ചിലപ്പോൾ ലാഭമായിരിക്കാം അല്ലെങ്കിൽ നഷ്ടമായിരിക്കാം. സോ അത് അൺസർട്ടൺ ആണ്, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ഓരോ ബിസിനസ്സിൻ്റെയും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ഇതിന്റെ കമ്പാരിസൺ ആണ്. സോ ബിസിനസ് നമ്മൾ പഠിച്ചു, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പ്രൊഡക്ഷൻ, പർച്ചേസ്, സെയിൽസ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, പ്രൊഫഷൻ. പ്രൊഫഷൻ ഇൻക്ലൂഡ് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിക്വയർഡ് സ്പെസിഫിക് നോളജ് ആൻഡ് സ്കിൽസ്. അതായത് പ്രത്യേക സ്കിൽസും നോളജും എല്ലാം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ജോലിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് ഡോക്ടർ, ടീച്ചർ, ലോയർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ പ്രൊഫഷണൽ ബോഡീസ് ലേ ഡൗൺ ചെയ്തിട്ടുള്ള പ്രത്യേക തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസും കോഡ് ഓഫ് കോണ്ടാക്റ്റും ഒക്കെ അവർക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡോക്ടേഴ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് അവരുടെ പ്രൊഫഷണൽ ബോഡി. അവർ ലേ ഡൗൺ ചെയ്യുന്ന കോഡ് ഓഫ് കോണ്ടാക്ട് ഡോക്ടേഴ്സ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ലോയറുടെ പ്രൊഫഷണൽ ബോഡി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ലോയർ ഫുൾഫിൽ ചെയ്യണം. ദ നെക്സ്റ്റ് വൺ, എംപ്ലോയ്മെന്റ്. നമുക്കറിയാം എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു ജോലിയാണ് ഇൻ വിച്ച് പീപ്പിൾ വർക്ക് ഫോർ അതേഴ്സ് ആൻഡ് ഗെറ്റ് റെമ്യൂണറേഷൻ. മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക, എന്നിട്ട് റെമ്യൂണറേഷൻ കൈപ്പറ്റുക. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ സാലറി ആയിരിക്കാം അല്ലെങ്കിൽ വേജസ് ആയിരിക്കാം. ഇതിനെയാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 3 ഇക്കണോമിക് ആക്ടിവിറ്റീസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്താം. ഫസ്റ്റ് വൺ, മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്. അതായത് ഈ 3ഉം എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതിനുള്ള ലീഗൽ ഫോർമാലിറ്റീസ്. ഫസ്റ്റ് വൺ, ബിസിനസ്. ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനമാണ്, ഒരു എന്റർപ്രണറിന്റെ തീരുമാനമാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അത് തുടങ്ങാനായിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ലൈസൻസ്, മറ്റു കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ആവശ്യമാണ്. ദെൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ ബോഡിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കണം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടണം എംപ്ലോയറുടെ കയ്യിൽ നിന്നും. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓഫീസിൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ഓഫ് വർക്ക്. ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി പബ്ലിക്. അതായത് പബ്ലിക്കിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഒരു ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം പ്രൊഫഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് ആൻഡ് എക്സ്പേർട്ട് സർവീസസ്. അതായത് നമുക്കറിയാം ഒരു എക്സ്പേർട്ടോ സ്കിൽസ് ആൻഡ് നോളേജ് ഈ പ്രൊഫഷനിൽ ആവശ്യമാണ്. ആ നോളേജ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു കൊടുക്കുക, അതാണ് പ്രൊഫഷൻ വഴി ഉദ്ദേശിക്കുന്നത്. എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ പെർഫോമിംഗ് വർക്ക് ആസ് പെർ സർവീസ് കോൺട്രാക്ട് ഓർ റൂൾസ് ഓഫ് സർവീസ്. അതായത് ആ ഓഫീസിൽ പറഞ്ഞിട്ടുള്ള കോൺട്രാക്ട് പ്രകാരം ജോലി ചെയ്യുക, അത് മാത്രമാണ് എംപ്ലോയ്മെന്റിൽ പറയുന്ന കാര്യം. ദെൻ നെക്സ്റ്റ് വൺ, ക്വാളിഫിക്കേഷൻ. ഒരു ബിസിനസ് തുടങ്ങാൻ പ്രത്യേകം ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. പ്രൊഫഷനിൽ പ്രത്യേക തരം ട്രെയിനിങ്ങും എക്സ്പെർട്ടൈസും എല്ലാം ആവശ്യമാണ്. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിലും ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും ആവശ്യമാണ്. എംപ്ലോയറുടെ ആവശ്യപ്രകാരമുള്ള ട്രെയിനിങ് ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ, റിവാർഡ് ഫോർ റിട്ടേൺ. നമുക്ക് ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യാൻ സാധിക്കുക. പ്രൊഫഷനിൽ നിന്നും നമുക്ക് ഫീസ് കിട്ടും. എംപ്ലോയ്മെന്റിൽ നിന്നും സാലറി അല്ലെങ്കിൽ വേജസ് ആണ് ഏൺ ചെയ്യാൻ സാധിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കറിയാം ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ദെൻ പ്രൊഫഷൻ ആണെങ്കിലും ഒരു ലിമിറ്റഡ് ക്യാപിറ്റൽ ആവശ്യമാണ്. കാരണം നമുക്ക് ആ കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാഷ് ചിലവ് വരുന്നുണ്ട്. അതേസമയം എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ നമുക്ക് ആദ്യം ക്യാപിറ്റലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വൺ, റിസ്ക്. നമുക്കറിയാം പ്രോഫിറ്റ് അൺസേർട്ടൺ ആണ്. അതായത് ഭാവിയിൽ പ്രോഫിറ്റ് കിട്ടുമോ കിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് ഒരു ഷുവർട്ടിയും ഇല്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഹൈ എമൗണ്ട് ഓഫ് റിസ്ക് ആണുള്ളത്. അതേസമയം പ്രൊഫഷനിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ടിലുള്ള റിസ്ക് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് കിട്ടുന്ന ഫീസ് റെഗുലർ ആണ്, അതിന് മുടക്കമൊന്നും വരാൻ ചാൻസ് ഇല്ല. ദെൻ എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് റിസ്ക് ഇല്ല, അവർക്ക് റെഗുലർ ആയിട്ടുള്ള പേയ്മെൻറ്റ് എന്തായാലും കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്.
അതായത് ബിസിനസ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് മറ്റൊരാൾക്ക് വിൽക്കാൻ സാധിക്കും, കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതേസമയം പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറിന്റെ സ്ഥാനം നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല, അത് ട്രാൻസ്ഫറബിൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ദെൻ കോഡ് ഓഫ് കോണ്ടാക്ട്, ബിസിനസിന്റെ കേസിൽ പ്രത്യേക തരം കോഡ് ഓഫ് കോണ്ടാക്റ്റുകൾ ഒന്നുമില്ല. ദെൻ പ്രൊഫഷന്റെ കേസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പ്രൊഫഷണൽ ബോഡീസ് പറയുന്ന കോഡ് ഓഫ് കോണ്ടാക്ട് എന്തായാലും ഫോളോ ചെയ്തിരിക്കണം. ദെൻ എംപ്ലോയ്മെന്റിന്റെ കേസിൽ നോംസ് ഓഫ് ബിഹേവിയർ ലേഡ് ഓൺ ബൈ ദ എംപ്ലോയർ ആർ ടു ബി ഫോളോഡ്, അതായത് ആ ഓഫീസിലെ മുതലാളി പറയുന്ന കോഡ് ഓഫ് കോണ്ടാക്ട് എന്തായാലും ആ എംപ്ലോയി ഫോളോ ചെയ്യണം. ഇതൊക്കെയാണ് ഈ 3 ഇക്കണോമിക് ആക്ടിവിറ്റീസ് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിനെ മെയിൻ ആയിട്ടും 2 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും. അതിലൊരുപാട് സബ് ഡിവിഷൻസ് വരുന്നുണ്ട്, നമുക്കതെല്ലാം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ഇൻഡസ്ട്രി എന്ന് നോക്കാം. Industry refers to economic activities which are connected with the conversion of resources into useful goods. ഓക്കെ, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. അവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് റിസോഴ്സുകളെ യൂസ്ഫുൾ ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. അതായത് നമുക്കറിയാം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇക്കണോമിക് ആക്ടിവിറ്റിനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന് വരുന്ന മെയിൻ ആക്ടിവിറ്റീസ് ആണ് പ്രൊഡ്യൂസിങ് ഓർ പ്രോസസ്സിങ് ഓഫ് ഗുഡ്സ്. ഓക്കെ, അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രീഡിങ് ആൻഡ് റൈസിങ് ഓഫ് എനിമൽസ്, അതായത് നമ്മൾ മൃഗങ്ങളെ കന്നുകാലി വളർത്തൽ, അതെല്ലാം ഇൻഡസ്ട്രി കാറ്റഗറിയിലാണ് വരുന്നത്. ഇൻഡസ്ട്രീനെ മെയിനായിട്ട് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. പ്രൈമറി ഇൻഡസ്ട്രീസിൻ്റെ അണ്ടറിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ് എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതി വിഭവങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. നമുക്കറിയാം ഈ പെട്രോളിയം ഒക്കെ മണ്ണിൻ്റെ അടിയിൽ നിന്നും ഖനനം ചെയ്തിട്ടാണ് എടുക്കുന്നത്. സോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ്, അതായത് ചെടികൾ നട്ടു വളർത്തൽ, അതുപോലെ തന്നെ ആനിമൽസിനെ വളർത്തൽ, അതെല്ലാം ഈ പ്രൈമറി ഇൻഡസ്ട്രീസിൻ്റെ അണ്ടറിൽ വരും. പ്രൈമറി ഇൻഡസ്ട്രീസ് 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആൻഡ് ജെനറ്റിക് ഇൻഡസ്ട്രീസ്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാക്ട് ഓർ ഡ്രോ ഔട്ട് ദ പ്രോഡക്ട്സ് ഫ്രം ദി നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതിയുടെ വിഭവങ്ങൾ ഉപയോഗിച്ച്, പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുക. അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ. അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഫാമിംഗ്. നമുക്കറിയാം നമ്മുടെ പ്രകൃതി വിഭവമായ മണ്ണ് ഉപയോഗിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ദെൻ മൈനിങ്, കുഴിച്ചെടുക്കുക, നമ്മൾ പെട്രോളിയം, അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ എല്ലാം മണ്ണിൽ നിന്നും കുഴിച്ചാണ് എടുക്കുന്നത്. ദെൻ ലംബറിങ് എന്ന് വെച്ചാൽ ഈ തടി വ്യവസായം. ദെൻ ഹണ്ടിങ്, ദെൻ ഫിഷിംഗ് ഓപ്പറേഷൻസ്, അതെല്ലാമാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൻ്റെ എക്സാമ്പിൾസ്. ദെൻ ജെനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക് ഇൻഡസ്ട്രീസിൽ വരുന്ന മെയിൻ ആക്ടിവിറ്റീസ് ആണ് ബ്രീഡിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫോർ ദർ യൂസ് ഇൻ ഫർദർ റീപ്രൊഡക്ഷൻ, അതായത് ചെടികളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും ഒക്കെ വളർത്തിയെടുക്കുന്ന ഇൻഡസ്ട്രീസിനെയാണ് ജെനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു കുത്തിവെപ്പ് നടത്തിയിട്ടോ, അല്ലെങ്കിൽ ബ്രീഡിംഗ് എന്ന് വെച്ചാൽ പ്രജനനം എന്ന് പറയും മലയാളത്തിൽ, അത്തരത്തിലുള്ള ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ഈ ചെടികളെയും മൃഗങ്ങളെയും വളർത്തിയെടുക്കുന്ന ഇൻഡസ്ട്രീസിനെയാണ് ജെനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് കാറ്റിൽസ് ബ്രീഡിംഗ് ഫാംസ്, അതായത് കന്നുകാലി വളർത്തൽ. ദെൻ പോൾട്രി ഫാംസ്, ഫിഷ് ഹാച്ചിങ് കംസ് അണ്ടർ ദി ക്ലാസ് ഓഫ് ജെനറ്റിക് ഇൻഡസ്ട്രീസ്. ഫിഷ് ഹാച്ചറി എന്ന് വെച്ചാൽ നമ്മൾ മത്സ്യങ്ങളെ വളർത്തിയെടുക്കും, ഇതുപോലെ അതെല്ലാം ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ ഇൻഡസ്ട്രിയിൽ വരുന്ന സെക്കൻഡ് കാറ്റഗറിയാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ദീസ് ഇൻഡസ്ട്രീസ് പ്രോസസ് സച്ച് മെറ്റീരിയൽസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഫോർ ദി ഫൈനൽ കൺസംഷൻ ഓർ ഫോർ ഫർദർ പ്രോസസ്സിംഗ് ബൈ അതർ ഇൻഡസ്ട്രീസ് യൂണിറ്റ്സ്. അതായത് പ്രൈമറി ഇൻഡസ്ട്രീസ് കളക്ട് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് വെച്ച് അത് പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന ഇൻഡസ്ട്രീസിനെയാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, അതിലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈനിങ് ഓഫ് അയേൺ ഓർ ഈസ് ദ പ്രൈമറി ഇൻഡസ്ട്രി, അതായത് അയേൺ ഓർ ആണ് പ്രൈമറി ഇൻഡസ്ട്രിയിൽ കളക്ട് ചെയ്യുന്നത്. ദെൻ ഈ അയേൺ ഓർ മാനുഫാക്ചർ ചെയ്ത് സ്റ്റീലാക്കി മാറ്റുന്നത് സെക്കൻഡറി ഇൻഡസ്ട്രിയിലാണ്. ഓക്കെ,
ഇത്തരത്തിലുള്ള സെക്കൻഡറി ഇൻഡസ്ട്രീസ് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്: മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന ഇൻഡസ്ട്രീസിനെയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എഗെയിൻ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്: അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ it separates different elements from the same material. ഒരേ മെറ്റീരിയലിൽ നിന്നും ഡിഫറെൻറ്റ് എലമെന്റ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഇൻഡസ്ട്രീസിനെയാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഓയിൽ റിഫൈനറി. നമ്മൾ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ക്രൂഡ് ഓയിൽ ആണ് ലഭിക്കുന്നത്. ഈ ക്രൂഡ് ഓയിലിൽ നിന്നുമാണ് പെട്രോള്, ഡീസൽ, കിയറോസൻ, ഗ്യാസ് ഓയിൽ എല്ലാം വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, വിച്ച് കമ്പൈൻ വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു ന്യൂ പ്രൊഡക്റ്റ്. അതായത് പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് ഒരു പുതിയ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ഇൻഡസ്ട്രീനെയാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് സിമെന്റ്. സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റു പല ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള അയേൺ ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ്, ഇങ്ങനത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, അതായത് ഒരുപാട് സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ട് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ ഷുഗർ ആൻഡ് പേപ്പർ. നമുക്കറിയാം ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരുപാട് സ്റ്റേജുകൾ കടന്നു വന്നിട്ടാണ് ഷുഗർ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെയാണ് പേപ്പർ. നമുക്കറിയാം പേപ്പർ ആദ്യം നമ്മൾക്ക് മരത്തിൽ നിന്നാണ് പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത് മറ്റു പല രൂപങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് പല സ്റ്റേജുകളിലൂടെയും കടന്നു പോയിട്ടാണ് പേപ്പർ ആയിട്ട് മാറുന്നത്. ദെൻ നെക്സ്റ്റ് വൺ അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാർട്ടുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കുക. അതിൻ്റെ മെയിൻ എക്സാമ്പിൾസ് ആണ് ഇലക്ട്രോണിക് ഗുഡ്സ്, അതായത് ടെലിവിഷൻ, കാറ്, കമ്പ്യൂട്ടർ. അതെല്ലാം ഈ കാറിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പാർട്സ് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ പാർട്ടുകളെല്ലാം കൂടി ചേർന്നാണ് ഒരു കാറാക്കി രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇതിനെയാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ സെക്കൻഡറി ഇൻഡസ്ട്രീസിലെ സെക്കൻഡ് കാറ്റഗറിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നമുക്ക് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതായത് ബ്രിഡ്ജുകൾ, റോഡ്, ഡാം, ബിൽഡിങ് അതെല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ്. അതായത് പണിയുന്ന ഇൻഡസ്ട്രീസാണ് കൺസ്ട്രക്റ്റിംഗ് ഇൻഡസ്ട്രീസിൻ്റെ അണ്ടറിൽ വരുന്നത്. ദെൻ ഇൻഡസ്ട്രീസിലെ തേർഡ് കാറ്റഗറിയാണ് ടെറിഷറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രീസിനും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും സപ്പോർട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് ടെറിഷറി ഇൻഡസ്ട്രീസ്. അതിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ് ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, കമ്മ്യൂണിക്കേഷൻ, പാക്കേജിംഗ് ആൻഡ് അഡ്വർടൈസിംഗ്. ഓക്കെ, ദെൻ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ ഇൻഡസ്ട്രീസ് എല്ലാം നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് കാറ്റഗറി കൊമേഴ്സ്. കൊമേഴ്സിൻ്റെ അണ്ടറിൽ മെയിൻ ആയിട്ട് 2 കാറ്റഗറീസ് വരുന്നുണ്ട്: ട്രേഡും അതുപോലെ തന്നെ ഓക്സിലറീസ് ടു ട്രേഡും. ട്രേഡ് എന്ന് വെച്ചാൽ മേക്ക് അവൈലബിൾ ദ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ടു അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ്. അതായത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. മലയാളം മീനിങ് വ്യാപാരം. ഈ ട്രേഡിന് 2 കാറ്റഗറീസ് ഉണ്ട്: ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഹോം ട്രേഡ് എന്ന് വെച്ചാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഓഫ് കൺട്രി. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ചെയ്യുന്നതിനെയാണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 കാറ്റഗറീസ് വരുന്നുണ്ട്: ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രേഡ്. വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ്, അതായത് വളരെ വലിയ ക്വാണ്ടിറ്റീസിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നതിനെ ഹോൾസെയിൽ ട്രേഡ് എന്നും, അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി സ്മോളർ ക്വാണ്ടിറ്റീസിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിനെയും സെയിൽ ചെയ്യുന്നതിനെയും റീറ്റെയിൽ ട്രേഡും എന്നാണ് പറയുന്നത്. ദെൻ ട്രേഡിലെ സെക്കൻഡ് കാറ്റഗറിയാണ് എക്സ്റ്റേണൽ ഓർ ഫോറിൻ ട്രേഡ്. അതായത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ദ പേഴ്സൺസ് ഓർ ഓർഗനൈസേഷൻസ് ഓപ്പറേറ്റിംഗ് ഇൻ 2 or more ഡിഫറെൻറ്റ് കൺട്രീസ്. അതായത് 2 രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ട്രേഡ് നടത്തുന്നതിനെയാണ് എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. If goods are purchased from another country, it is called import trade. അതായത് നമ്മുടെ കൺട്രി മറ്റൊരു കൺട്രിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ ഇമ്പോർട്ട് ട്രേഡ് എന്നും, അതേസമയം മറ്റൊരു കൺട്രിയിലേക്ക് സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതിനെ എക്സ്പോർട്ട് ട്രേഡും എന്നാണ് പറയുന്നത്. കൊമേഴ്സിലെ നെക്സ്റ്റ് കാറ്റഗറിയാണ് ഓക്സിലറീസ് ടു ട്രേഡ്. ആക്ടിവിറ്റീസ് വിച്ച് ആർ മീൻഡ് ഫോർ അസിസ്റ്റിംഗ് ദ ട്രേഡ് ആർ നോൺ ആസ് ഓക്സിലറീസ് ടു ട്രേഡ്. അതായത് ട്രേഡിനെ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള
ആക്ടിവിറ്റീസിനെയാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ് ആൻഡ് അഡ്വർടൈസിംഗ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഓക്സിലറീസ് ടു ട്രേഡ് നമ്മുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിനെ കുറച്ചും കൂടി ഈസി ആക്കുകയും പലതരത്തിലുള്ള തടസ്സങ്ങൾ നീക്കി ട്രേഡിനെ കൂടുതൽ എളുപ്പമുള്ളതാക്കി തീർക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം കച്ചവടത്തിനായിട്ട്. അങ്ങനെ എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ടീ ഈസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ഇൻ അസം. അസമിലാണ് മെയിനായിട്ട് ചായപ്പൊടി നിർമ്മിക്കുന്നത്. പക്ഷെ അത് കേരളത്തിൽ വരെ എത്തുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വഴിയാണ്. അതുപോലെ തന്നെ കോട്ടൺ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ജൂട്ട് വെസ്റ്റ് ബംഗാളിലൊക്കെയാണ് നിർമ്മിക്കുന്നത് എന്നുണ്ടെങ്കിലും അത് കൺട്രിയുടെ മറ്റു പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വഴിയാണ്. സോ റോ മെറ്റീരിയൽസിനെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കും അവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ കസ്റ്റമേഴ്സിന്റെ അടുത്തിലേക്കും എത്തിച്ചു കൊടുക്കുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വഴിയാണ്. സോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഈ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. അതായത് ആ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള അസറ്റ് വാങ്ങിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ആ ബിസിനസ്സിൽ വേണം. സോ ഇത്തരത്തിലുള്ള ഫണ്ട്സ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കാം. സോ ബാങ്കിങ് ഹെൽപ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് ടു ഓവർകം ദ പ്രോബ്ലം ഓഫ് ഫിനാൻസ്. അതായത് ക്യാഷിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാങ്കിങ് വഴി നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ലോണുകളും അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് എല്ലാം ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിസിനസ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇൻഷുറൻസ്. നമുക്കറിയാം ഒരു ബിസിനസ്സിൽ ഒരുപാട് തരത്തിലുള്ള റിസ്കുകളുണ്ട്. സോ കമ്പനിയുടെ അസറ്റ്സുകളായിട്ടുള്ള ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ചിലപ്പോൾ നമുക്ക് തീപിടുത്തം സംഭവിക്കാം, അല്ലെങ്കിൽ തെഫ്റ്റ്, ഒരുപാട് തരത്തിലുള്ള റിസ്കുകളുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ലോസോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്തരത്തിൽ വരാൻ ചാൻസ് ഉള്ള നഷ്ടങ്ങളെ ഇൻഷുറൻസ് എടുക്കുന്നത് വഴി നമുക്ക് ഓവർകം ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ വെയർ ഹൗസിംഗ്. നമുക്കറിയാം ലാർജ് ഓർഗനൈസേഷൻസ് എല്ലാം വളരെ വലിയ ക്വാണ്ടിറ്റീസിലാണ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി തന്നെ വിറ്റ് പോവുകയുമില്ല. സോ ഇത്തരത്തിലുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഡാമേജ് ഒന്നും കൂടാതെ സുരക്ഷിതമായി കീപ്പ് ചെയ്യാനുള്ള സൗകര്യത്തിനെയാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. സോ വെയർ ഹൗസിംഗ് വഴി ബിസിനസ് ഫേമിന് പ്രോബ്ലം ഓഫ് സ്റ്റോറേജ് ഓവർകം ചെയ്യാനും അതുപോലെ തന്നെ facilitate the availability of goods when needed. ആവശ്യമുള്ള സമയത്ത് ആ ഗുഡ്സ് ആ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാനും എളുപ്പമാക്കി കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ അഡ്വർടൈസിങ്. കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അഡ്വർടൈസിങ്. സാധാരണയായിട്ട് കൺസ്യൂമർ ഗുഡ്സ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഗുഡ്സ്, ഓട്ടോമൊബൈൽസ്, സോപ്പ്, ഡിറ്റർജൻറ്റ് ഇങ്ങനത്തെ ഗുഡ്സാണ് സാധാരണയായിട്ടും പരസ്യങ്ങൾ നൽകി പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം അഡ്വർടൈസിങ് വെച്ചാൽ ഇപ്പോൾ ടെലിവിഷൻ ഓപ്പൺ ചെയ്താൽ തന്നെ ഒരുപാട് തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ ഇടയിലൂടെ കാണുന്നുണ്ട്. സോ ആ ഗുഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് ആ ഗുഡ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. സോ ഈ അഡ്വർടൈസിങ് വഴി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസ് പ്രൊമോഷൻ, അതുപോലെ തന്നെ ഗുഡ്സിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിൻ്റെ ഫീച്ചേഴ്സ്, പ്രൈസ് അതെല്ലാം കസ്റ്റമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ് അഡ്വർടൈസിങ് വഴി ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് ഓക്സിലറീസ് ടു ട്രേഡിലെ മെയിൻ ആയിട്ടുള്ള സർവീസസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബിസിനസ് റിസ്കിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് റിസ്ക് ഇൻവോൾവ് ആണ്. So, the term business risk refers to the possibility of inadequate profit or even losses due to uncertainties or unexpected events. അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രതീക്ഷിക്കാത്ത ഇവൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം കൊണ്ടോ നമ്മുടെ ബിസിനസ്സിന് സംഭവിക്കാൻ പോകുന്ന ലോസസിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും സ്ഥിരമായി ഫേസ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള റിസ്ക് ആണുള്ളത്. ഒന്ന് സ്പെക്കുലേറ്റീവ് റിസ്ക്കും അതുപോലെ തന്നെ പ്യുവർ റിസ്ക്കും. സ്പെക്കുലേറ്റീവ് റിസ്ക് involve both the possibility of gain as well as the possibility of loss. സ്പെക്കുലേറ്റീവ് റിസ്കിൽ ലാഭമുണ്ടാകാനും അതുപോലെ തന്നെ നഷ്ടമുണ്ടാകാനും ഈക്വൽ ആയിട്ടുള്ള പോസിബിലിറ്റീസ് ആണുള്ളത്. സ്പെക്കുലേറ്റീവ് റിസ്ക് മെയിനായിട്ടും അറൈസ് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ, അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ പ്രൈസിൽ വല്ല ചേഞ്ചസ് വരുമ്പോൾ, അതുപോലെ തന്നെ ഫാഷനിലോ ടേസ്റ്റ് ഓഫ് ദി കസ്റ്റമേഴ്സിലോ വല്ല ചേഞ്ചസ് വരുമ്പോഴാണ് ഈ സ്പെക്കുലേറ്റീവ് റിസ്ക് അറൈസ് ചെയ്യുന്നത്.
സോ ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻസ്, അതായത് അനുകൂലമായ മാർക്കറ്റ് കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം അനുകൂലമല്ലാത്ത മാർക്കറ്റ് കണ്ടീഷനാണ് ആ സമയത്ത് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് സിറ്റുവേഷൻ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് എപ്പോൾ വേണമെങ്കിലും മാറി മാറി വരാം. സോ ആ മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ചാണ് ആ കമ്പനിക്ക് പ്രോഫിറ്റും ലോസും ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പിലുള്ള റിസ്ക് ആണ് പ്യുവർ റിസ്ക് എന്ന് പറയുന്നത്. പ്യുവർ റിസ്ക് വഴി ആ കമ്പനിക്ക് ഒന്നില്ലെങ്കിൽ ലോസ് സംഭവിക്കാം, അല്ലെങ്കിൽ ലോസ് ഇല്ലാതിരിക്കാം, എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അതായത് പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ നോ ലോസ്. പ്യുവർ റിസ്ക് അറൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് തീപിടുത്തം സംഭവിക്കാം, അതുപോലെ തന്നെ തെഫ്റ്റ്, വല്ല മോഷണം സംഭവിക്കാം, അല്ലെങ്കിൽ സ്ട്രൈക്ക്, അതായത് അവിടുത്തെ എംപ്ലോയീസ് നിരാഹാരം ഇരിക്കുകയോ സമരം ചെയ്യുകയോ ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ് പ്യുവർ റിസ്ക് സംഭവിക്കുന്നത്. ആ സമയത്ത് ലോസ് ആണ് മെയിനായിട്ട് വരിക, അല്ലെങ്കിൽ ലോസ് ഇല്ലാതിരിക്കും, പക്ഷെ അവിടെ പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, പിന്നെ നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക് ആണ്. നമുക്കറിയാം ബിസിനസ് റിസ്ക് മെയിൻ ആയിട്ട് അറൈസ് ചെയ്യുന്നത് അൺസർട്ടനിറ്റി വഴിയാണ്. അതായത് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല. ഓക്കെ, നമുക്ക് എപ്പോഴും ബിസിനസ് നടത്തുന്നത് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി മാത്രമാണ്. സോ നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് സംഭവിക്കാം, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഡിമാൻഡ്, പ്രൈസ്, അതിലെല്ലാം ചേഞ്ചസ് സംഭവിക്കാം, ഗവൺമെന്റ് പോളിസിയിൽ മാറ്റങ്ങൾ വരാം. ഇതെല്ലാം അൺസർട്ടൻ ആണ്. അതുപോലെ തന്നെ റിസ്ക് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ്. നമുക്ക് ബിസിനസ്സിൽ നിന്ന് റിസ്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ എത്രത്തോളം റിസ്ക് ആ ബിസിനസ്സിൽ ഉണ്ട് എന്നുള്ളത് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ നേച്ചറിന്റെയും സൈസിനെയും അനുസരിച്ചാണ്. അതായത് ബിഗ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് റിസ്ക് ഉണ്ടായിരിക്കും, സ്മോൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് റിസ്ക് ആ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുള്ളൂ. പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ദി റിസ്ക് ടേക്കിംഗ്. അതായത് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും അവിടെയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബിസിനസ് റിസ്കിന് കാരണങ്ങളൊക്കെയാണ്. ഫസ്റ്റ് കാരണം നാച്ചുറൽ കോസസ് ആണ്. അതായത് വെള്ളപ്പൊക്കം, എർത്തക്യുക്ക്, ദെൻ ശക്തമായ മഴ, ക്ഷാമം, ഇതെല്ലാം നാച്ചുറൽ കലാമിറ്റീസ് ആണ്. നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ നെക്സ്റ്റ് വൺ ഹ്യൂമൻ കോസസ്, മനുഷ്യന്റെ കാരണങ്ങൾ കൊണ്ട്. അതിൽ വരുന്നതാണ് ഡിസ്ഹോണസ്റ്റി, നമ്മൾ ആ ഏതെങ്കിലും എംപ്ലോയി ചതിക്കുക, അതുപോലെ തന്നെ കെയർലെസ്നെസ് ഓർ നെഗ്ലിജൻസ് ഓഫ് എംപ്ലോയീസ്, അതായത് എംപ്ലോയീസിന്റെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ഡ്യൂ ടു പവർ ഫെയിലിയർ, അതായത് പവർ ഫെയിലിയർ കൊണ്ട് ആ വർക്ക് നിർത്തി വെക്കേണ്ടി വരുന്ന അവസ്ഥ. അതുപോലെ തന്നെ വല്ല സമരങ്ങൾ വരിക, അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ബിസിനസ്സിന് റിസ്ക് വരും. ബിസിനസ് റിസ്ക് അറൈസ് ചെയ്യുന്ന മറ്റൊരു കാരണമാണ് ഇക്കണോമിക് കോസസ്. ഓക്കെ, അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഡിമാൻഡ് ഫോർ ദി ഗുഡ്സ്, അതായത് ഗുഡ്സിന്റെ ഡിമാൻഡിൽ ചേഞ്ചസ് വരാം. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ, പ്രൈസ്, ദെൻ കളക്ഷൻ ഓഫ് ഡ്യൂസ് ഫ്രം കസ്റ്റമേഴ്സ്, അതായത് കസ്റ്റമേഴ്സിന് കടത്തിന് സാധനങ്ങൾ വിറ്റിട്ട് ആ പൈസ തിരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട്, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ടെല്ലാം നമുക്ക് റിസ്ക് സംഭവിക്കാം. റിസ്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ള മറ്റു കാരണങ്ങളാണ് പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസസ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഫെയിലിയർ സംഭവിക്കാം കമ്പനിയിൽ, ദെൻ വലിയ പൊട്ടിത്തെറി സംഭവിക്കാം, ദെൻ ഫ്ലക്ച്വേഷൻസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്. ഇതെല്ലാം ബിസിനസ് റിസ്കിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്, അതായത് ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നമുക്കുണ്ടായിരിക്കണം. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ബിസിനസ്സുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. സോ ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, സൈസ് ഓഫ് ദി ബിസിനസ്, അതായത് ലാർജ് ബിസിനസ് ആണോ തുടങ്ങാൻ പോകുന്നത് അതോ സ്മോൾ ബിസിനസ് ആണോ തുടങ്ങാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളുടെ കയ്യിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ലാർജ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. വിത്ത് റെസ്പെക്ട് ടു ഓണർഷിപ്പ്, the business organization may take the form of sole proprietorship, partnership or joint stock company.
അതായത് ഒന്നില്ലെങ്കിൽ ആ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് രണ്ടോ അതിലധികമോ പാർട്ട്നേഴ്സ് കൂടി ചേർന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോമിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഏത് തരത്തിൽ വേണം എന്നുള്ളത് ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓൺട്രപ്രണറുടെ തീരുമാനം അനുസരിച്ചിരിക്കും. ഓരോ ഫോം ഓഫ് ബിസിനസ്സിനും അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ് എന്റർപ്രൈസസ്. അതായത് എവിടെയാണ് ആ ബിസിനസ് എന്റർപ്രൈസസ് സെറ്റപ്പ് ചെയ്യേണ്ടത്. അതായത് കസ്റ്റമേഴ്സിന് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ ബിസിനസ് സെറ്റപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, ലേബർ, ദെൻ പവർ, അതുപോലെ തന്നെ സർവീസസ് ആയിട്ടുള്ള ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഈസിലി അവൈലബിൾ ആകുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ ബിസിനസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാഷ് ആവശ്യമാണ്. അതായത് എന്തൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ കമ്പനിയുടെ ഫിക്സഡ് അസറ്റ്സ് ആയിട്ടുള്ള ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, എക്യുപ്മെന്റ് അതെല്ലാം വാങ്ങിക്കണം. അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതെല്ലാം മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ആവശ്യമാണ്. ഓക്കെ, സോ ഒരു ക്യാപിറ്റൽ എത്രത്തോളം ആ കമ്പനിയിൽ ആവശ്യമാണ്, അതുപോലെ തന്നെ നമുക്ക് ഏതെല്ലാം സോഴ്സിൽ നിന്നും ആ ക്യാപിറ്റൽ നമുക്ക് റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ റൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ ബെസ്റ്റായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ചെല്ലാം ഒരു ക്ലിയർ ഐഡിയ ആ ബിസിനസ്മാന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഫാക്ടർ ഫിസിക്കൽ ഫെസിലിറ്റീസ്. നമുക്കറിയാം, ഒരു ബിസിനസ്സിലേക്ക് മെഷീൻസ്, എക്യുപ്മെന്റ്സ്, ബിൽഡിംഗ്, അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ടീവ് സർവീസസ് എല്ലാം ആവശ്യമാണ്. സോ ഏതെല്ലാം ആവശ്യമാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ബിസിനസ്മാന് ഉണ്ടായിരിക്കണം. ദെൻ പ്ലാന്റ് ലേ ഔട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെഷീനറീസ്, എക്യുപ്മെന്റ്സ് അതെല്ലാം വാങ്ങിച്ചാൽ അത് ഏതെല്ലാം സ്ഥലങ്ങളിൽ കറക്റ്റായിട്ടും പ്രോപ്പറായിട്ടും ഫിറ്റ് ചെയ്യണം, അറേഞ്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ പ്ലാന്റ് ലേ ഔട്ടിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മെഷീനറീസ് ഒക്കെ തോന്നുന്ന സ്ഥലത്ത് നമുക്ക് വെക്കാൻ സാധിക്കില്ല, അതിനൊക്കെ അതിൻ്റെതായ പൊസിഷൻസ് ഉണ്ട്. സോ അത് പ്ലാന്റ് ലേ ഔട്ടിൽ നമ്മൾ തീരുമാനിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, കോമ്പിറ്റൻറ്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്. നമുക്കറിയാം, ഒരു സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ആ ബിസിനസ്സിന് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ നല്ല എഫിഷ്യൻ്റ് ആയിട്ടും നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് വൺ, ടാക്സ് പ്ലാനിങ്. നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷൻസ് അതിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. കാരണം നൗ ഡേയ്സ് ഇയർ ടു ഇയർ ഈ ടാക്സ് പ്ലാനിങ്ങിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് നടത്തണം. അതുപോലെ തന്നെ ടാക്സ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സർവീസും കൂടി ഓരോ ഓർഗനൈസേഷന് ആവശ്യമാണ്. ദ നെക്സ്റ്റ് വൺ, ലോഞ്ചിങ് ദ എന്റർപ്രൈസസ്. മുകളിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും ക്ലിയർ ആയി തീരുമാനിച്ചതിന് ശേഷം നമുക്ക് ബിസിനസ് എന്റർപ്രൈസസ് ലോഞ്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് ഒരുപാട് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക്